ತಳ್ಳನ್ನು ಅವಳೆ ದೈವ ಉಯರ್ತಿಲ್ಲ. ದೇವರು ಆತನಿಗೆ ಉನ್ನತಕ್ಕೆ ಅವಳು ತಲೆಮುರೆ പോലും കാണാൻ പറ്റിയില്ല. ಅವಳಿಗೆ ಒಂದು ವಂಶವನ್ನು ನೋಡಲಿಕ್ಕೆ ಅವಳಿಂದ ಆಗಲಿಲ್ಲ. ഞാൻ പറഞ്ഞെന്താ അറിയാമോ? ಇದು ಹೇಳುವುದಕ್ಕೆ ಕಾರಣ ആരാധനയുടെ സമയത്ത് ಆರಾಧನೆಯ ವೇಳೆಯಲ್ಲಿ ആലയത്തിൽ കടന്നു വന്ന ಆಲಯಕ್ಕೆ ಬಂದರೆ നമ്മളെല്ലാം സമർത്ഥര. ನಾವೆಲ್ಲರೂ ಎಲ್ಲ ಸಮತ್ವವಾಗಿ കർത്താവിന്റെ മുമ്പിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ಕರ್ತನ ಮುಂದೆ ನಾವೆಲ್ಲ അവനെയാണ് നമ്മൾ ನಾವು ആരാധിക്കുന്നത്. ಆತನನ್ನೇ ಆರಾಧಿಸಿ ആ പരിശുദ്ധനായ ദൈവത്തിന്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ ಆ ಪರಿಶುದ್ಧನಾದ ದೇವರ ಮಧ್ಯೆ ಬಂದು ನಿಂತುಕೊಳ್ಳುವುದು ഒരു ഭാഗ്യം തന്നെ വേണം. ಅಷ್ಟು ಅದಕ್ಕೂ ಭಾಗ್ಯತೆ ನಮ್ಮಲ್ಲಿ ಇರಬೇಕು. ആ ഭാഗ്യം ലഭിച്ചവരെ നമ്മള്. ಆ ಭಾಗ್ಯವನ್ನು ದೊರಕಿದವರು ನಾವೆಲ್ಲವರು. അതുകൊണ്ട് മലയാളത്തിൽ ഇങ്ങനൊരു പാട്ടുണ്ട്. മലയാളത്തിൽ ಈಗೊಂದು ಹಾಡಿದೆ. സിയോൻ സഞ്ചാരി ഞാൻ, ಸಿಯೋನ ಪ್ರಯಾಣಿಕನು ನಾನು, യേശുവിൽ ചാരി ഞാൻ, ಯೇಸುವಿನಲ್ಲಿ ನನ್ನ ಭರವಸೆ ಇಟ್ಟು ഭാഗ്യശാലിയാണ് ഞാൻ. ನಾನು ಭಾಗ್ಯವಂತನು. അതുകൊണ്ട് കുരിശിനെ നോക്കി ഞാൻ യാത്ര ചെയ്യുന്നു. ಶಿಲುಬೆಯನ್ನೇ ನೋಡಿ ನಾನು ಪ್ರಯಾಣ ಮಾಡುವೆನು. അങ്ങനെ ഭാഗ്യം ലഭിച്ചവരാ നമ്മള്. ಆ ರೀತಿಯಾಗಿ ಭಾಗ್ಯವನ್ನು ದೊರಕಿದವರು ನಾವು. ഇതിന്റെ ഭാഗ്യമൊക്കെ അറിയണമെങ്കിലേ ಇದರಿಂದ ಆ ಭಾಗ್ಯತೆಯನ್ನು ನಮಗೆ ತಿಳಿಯಬೇಕು. ഇപ്പോഴൊന്നും നമുക്ക് ഇത് മനസ്സിലാകത്തില്ല. ಇವಾಗ ಇದರ ಬಗ್ಗೆ ನಮಗೆ ಗೊತ್ತಾಗಲ್ಲ. അവിടെ ചെല്ലുമ്പോഴാണ് നമുക്ക് അറിയുന്നത് ನಾವು ಅಲ್ಲಿ ಹೋದ ಮೇಲೆ ನಮಗೆ ಗೊತ್ತಾಗುತ್ತೆ നമ്മുടെ ഭാഗ്യത്തിന്റെ ശ്രേഷ്ഠ. ನಮ್ಮ ಭಾಗ್ಯತೆಯ ಶ್ರೇಷ್ಠತೆ ಎಷ್ಟು ಮಾತ್ರವಿದೆ ಎಂದು. അതുകൊണ്ട് ಅದರಿಂದ എത്ര ആരാധിക്കുന്നതിനും ಎಷ್ಟು ಮಾತ್ರ ಆರಾಧಿಸುವುದು, എത്ര മാത്രം സ്തോത്രം പറയുന്നതിനും ಎಷ್ಟು ಮಾತ್ರ ಸ್ತೋತ್ರ ಹೇಳುವುದು ഒരു മടി കാണിക്കണം. ಯಾವ ಜಿಪುಣವು ತೋರಿಸಬೇಡಿರಿ. സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ ಸ್ತೋತ್ರವೆಂಬ ಯಜ್ಞವನ್ನು ಸಲ್ಲಿಸುವವನು എന്നെ മഹത്വപ്പെടുത്തുന്നു. ನನ್ನನ್ನು ಘನಪಡಿಸುತ್ತಾನೆ. നിങ്ങൾ സ്തോത്രം പറയുന്നതനുസരിച്ച് ನೀವು ಸ್ತೋತ್ರ ಎಷ್ಟು ಮಾತ್ರ ಹೇಳುತ್ತೀರೋ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടേയിരിക്കും. ಅಷ್ಟು ಮಾತ್ರ ದೇವರಿಗೆ ಘನತೆಯನ್ನು ಕೊಡುತ್ತಿದ್ದೀರಿ. അവൻ മഹത്വത്തിന്റെ രാജാവ്. ಆತನು ಮಹಿಮೆಯ ಅರಸನು. ഞാൻ കഴിഞ്ഞ ദിവസം ಪಾಸ್ಟರ್ ಕಳೆದ ದಿನದಲ್ಲಿ ഞാൻ ഫേസ്ബുക്കിൽ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടു. ಫೇಸ್ಬುಕ್ನಲ್ಲಿ ಈ ರೀತಿಯ ಒಂದು ವಿಡಿಯೋವನ್ನು ನೋಡಿದೆ. വീഡിയോ കണ്ടപ്പോൾ ವಿಡಿಯೋ ನೋಡಿದಾಗ ഒരു ದೇವರ ಮುಂದೆ ನಾವು ಬಂದಿದ್ದೀವಿ. ആ ദൈവത്തിന്റെ മുമ്പിൽ ഇരിക്കുന്ന നമ്മള് ಆ ದೇವರ ಮುಂದೆ ಇರುವ ನಾವು അവരോട് ചേർന്നിരിക്കുക. ಆತನೊಟ್ಟಿಗೆ ನಾವು ಸೇರಿದ್ದೀವಿ. പക്ഷെ അത് നമുക്ക് കാണാൻ കഴിയുന്നില്ല. ಅದು ನಮಗೆ ನೋಡಲಿಕ್ಕೆ അത് ಆಗುತ್ತಿಲ್ಲ. നമ്മുടെ കുഴപ്പമാണ്. ಅದು ನಮ್ಮ ತೊಂದರೆ. ദൈവത്തിന്റെ കുഴപ്പമാണ്. ಅದು ದೇವರ നമുക്ക് ತೊಂದರೆ. അവനെ സ്പർശിക്കുവാൻ കഴിയുന്നില്ല. ನಮಗೆ ಆತನ ಮುಟ್ಟುವುದಕ್ಕಾಗುತ್ತಿಲ್ಲ. അത് നമ്മുടെ കുഴപ്പമാണ്. ಅದು ನಮ್ಮ ತೊಂದರೆ. ദൈവത്തിന്റെ കുഴപ്പമാണ്. ದೇವರ ತೊಂದರೆ നമ്മൾ ಅಲ್ಲ. ഹൃദയം തുറന്ന് അവനിലേക്ക് വന്നാൽ ನಾವು ನಮ್ಮ ಹೃದಯವನ್ನು ಬಿಚ್ಚಿ ಆತನ ಮುಂದೆ ನಾವು ಬರುವುದಾದರೆ അവനെ കാണാനും കഴിയും. ಆತನ್ನು ನೋಡಬಹುದು. അവൻ നമ്മെ സ്പർശിക്കുകയും ಆತನು ചെയ്യും. ನಮ್ಮನ್ನು ನೋಡುತ್ತಾನೆ. ദൈവം നമ്മുടെ ദൈവം. ಆ ದೇವರೇ ನಮ್ಮ ದೇವರು. സാധു സുന്ദർ സിംഗ് ಸಾಧು ಸುಂದರ್ ಸಿಂಗ್ ಅವರು മനസാന്തരപ്പെട്ട ചരിത്രം നിങ്ങൾ കേട്ടിട്ടില്ലേ? ಅವನು ಮನಸ್ಸು